ശ്രീ ബി ജയരാജ്, അവിടെ ആ 130 കുട്ടികൾ ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് കമാനലക്ഷം വിട്ടിട്ടില്ല. പുറത്തു വന്ന കുട്ടികളാവട്ടെ, ഇപ്പം ഇന്നലെയും അവിടെ എന്തോ പ്രതിഷേധം ഒന്നും ഉണ്ടായെന്ന് പറഞ്ഞു. മാധ്യമത്തോടും പഠിപ്പിക്കലാണ്. പുറത്തു വന്ന കുട്ടികൾ MSF ആണ് SFI ആണെന്ന് പറഞ്ഞ് മാധ്യമത്തോടും പഠിപ്പിക്കലാണ്. ജ്യോതിഷനാഥം ആഷ്മി ഒരു മിനിറ്റ് ഇടപെടാൻ അനുവദിക്കണം. പറയൂ ആഷ്മി പറയൂ. സാധാരണ ഒരു മനഃശാസ്ത്ര അധ്യാപകൻ ഒരു ഒറ്റ കാര്യം പ്ലീസ് ജ്യോതിഷനാഥം അല്ല ജയരാജ് ഏറെ കേട്ട് കഴിഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു. അതിന് എനിക്ക് അവസരം തരൂ. പറയൂ. ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ പറഞ്ഞത് ഞാനൊരു മനഃശാസ്ത്ര അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ നടന്നിട്ടുള്ള ഈ 150 കുട്ടികൾ ഒന്നടങ്കം കണ്ടിട്ട് അവർ ടെററൈസ്ഡ് ആയിട്ടാണ് ഇത് പുറത്ത് പറയാതിരുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്ര ടെററൈസ് ആവുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം കാണുന്നു, ഇത് എത്ര പേര് പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ആളുകൾ കണ്ട ഒരു സംഭവം തൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ കാണും, റിപ്പോർട്ട് ചെയ്യും, അടുത്ത ആൾ റിപ്പോർട്ട് ചെയ്യുന്ന ധാരണയില്ല പോകുന്നത് കൊണ്ടാണ്. അതാണ് അതിന്റെ ഫാക്ട്. അത് മനഃശാസ്ത്രപരമായിട്ട് പ്രൂവനാണ്. ഇനി അതിനകത്ത് ഇനി എന്നെ അത് മനഃശാസ്ത്രം പഠിച്ച രീതിയിലുള്ള അവിടെ വിദ്യാർത്ഥികൾക്ക് പുറത്തു വരാൻ അറിയാം. ആ മർദ്ദനം പറഞ്ഞോണ്ടിരിക്കല്ലേ? അല്ല ശ്രീ ജയരാജ് സംസാരിക്കട്ടെ. അല്ല ശ്രീ ജയരാജ് ഇവിടെ ജയരാജ് ഇവിടെ വിദ്യാർത്ഥികൾ കുറച്ചാൾ കഴിഞ്ഞ് പുറത്തു വരികയാണ്. എന്നിട്ട് മാധ്യമങ്ങളെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് മർദ്ദനം തീവ്രത കുറഞ്ഞ മർദ്ദനമാണെന്ന് പറയുകയാണ്. അപ്പൊ അവർക്ക് ഈ മാനസിക പ്രശ്നമൊന്നും അല്ല, അവരുടെ പ്രശ്നം വേറെയാണ്. ജയരാജ് ഞാൻ പറയുന്നത് കേൾക്കൂ. പറയൂ. ഞാൻ മാനസിക പ്രശ്നം ആര് പറഞ്ഞേ? മാനസിക ബന്ധപ്പെട്ട ഇഷ്യൂ അല്ല, അങ്ങനല്ല കാണേണ്ടത് പറയുന്നത്. അത് മര്യാദ, സാമാന്യ മര്യാദ ജ്യോതിഷിനോട് പറയൂ. ജ്യോതിഷിന്റെ അടുത്ത് തോക്കിനകത്ത് കയറി വെടിവെക്കാതിരിക്കാൻ പറയാം. എന്നാലല്ലേ എനിക്ക് എന്റെ മനഃശാസ്ത്രപരമായി ജ്യോതിഷ് പറയട്ടെ. ജയരാജ് പറഞ്ഞു പൂർത്തിയാവട്ടെ. പറയൂ ജയരാജ്. പറയുന്ന കാര്യങ്ങള് അല്ല ജയരാജ് പറഞ്ഞു പൂർത്തിയാവട്ടെ. ആദ്യമേ എന്തൊരു കഷ്ടമാണ് നോക്കിയത്. അല്ല പറയൂ. അതിന് പറയുന്നത് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നാണ്. ആ കൃത്യം നടന്നിട്ട് ഇത്ര ദിവസങ്ങളായിട്ട് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? അതിനുശേഷം ആ കേസിലെ പ്രതികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട പ്രതികളെ കേസെടുത്ത് ചാർജ് ചെയ്തതിന് ശേഷമാണ് ഓരോരുത്തർ പല വേർഷൻസുമായിട്ട് എത്തുന്നത്. ആ സമയം നടന്നിട്ടോ ആ കൃത്യം 3 ദിവസം നടന്നിട്ടോ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്നുള്ളതിൻ്റെ കാരണം അത് നിങ്ങൾ ഏത് ടെക്സ്റ്റ് എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ബൈസ്റ്റാൻഡർ എഫക്റ്റ് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ ഞാൻ അവരെ ന്യായീകരിക്കാൻ പറഞ്ഞൊന്നുമല്ല. അത് പറയാനായിട്ടൊരു അവസരം തരണ്ടേ? അതിനുശേഷം പിന്നീട് ഓരോരുത്തർ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കാം ഓരോരുത്തർ വന്ന് അവതരിപ്പിക്കുന്നത്. അത് വേറൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഷിബു പറഞ്ഞതിനുള്ള മറുപടിയാണ്. ഈ 150 വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നുള്ളതിന്റെ പ്രഥമ ദൃഷ്ടിയുള്ള ഒരു വിശദീകരണമാണ് ഇത് നൽകിയത്. ബൈസ്റ്റാൻഡർ എഫക്ട് മാറിക്കഴിഞ്ഞുകൊണ്ടേ ഈ ബൈസ്റ്റാൻഡർ എഫക്ട് മാറുന്ന കുട്ടികൾ വന്നിരുന്ന് ഈ വേട്ടക്കാർക്ക് വേണ്ടി വാദിക്കുകയാണ്. അതാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ ബൈസ്റ്റാൻഡർ എഫക്ട് മാറിക്കഴിഞ്ഞാൽ വന്ന് എന്താണ് ഉണ്ടായെന്ന് പറയണ്ടേ? അത് വേട്ടക്കാർക്ക് വേണ്ടി വാദിക്കുകയാണ്. മാത്രമല്ല മർദ്ദനം ഉണ്ടായി, പക്ഷേ ചെറിയൊരു മാരക മർദ്ദനം. ആ അർത്ഥത്തിൽ പറയാണ്. ജ്യോതിഷം എന്താണ് ചുരുങ്ങിയ വാക്കുകൾ? ജ്യോതിഷ് ചുരുങ്ങിയ വാക്കില് ഞാൻ ഇദ്ദേഹം പറഞ്ഞതില് ശാസ്ത്രീയമായി പരിശോധനയുടെ ഭാഗമായി ഇപ്പോഴും ഇവരുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല പൊതുസമൂഹത്തിൽ ഇതിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാരെ മോശമാക്കി പറഞ്ഞ ആള് പി ഗഗാറിൻ വയനാട്ടിലെ 2019 ഒരു ബസ് ഡ്രൈവറുടെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞ് വയനാട് SP-ക്ക് പരാതി കൊടുത്തിട്ട് ആ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തി വെച്ച് രക്ഷപ്പെട്ട ഒരാളാണ്. ഈ നാട്ടിൽ ആർക്കും ഉളുപ്പില്ല. CBI ചുക്കാണ്. കാരണം CBI ചുക്കാണ് മോശമായി പറയുകയാണ്. കാരണം ഈ നാട്ടില് എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. സാറേ നമ്മളെ ആദ്യം മുതലേ നമ്മൾ സംശയം പറയുന്നുണ്ട് ഇതിൽ ഇടപെടലുകൾ ഉണ്ടെന്ന്. നേരത്തെ പറയാ CPM നേതാവ് അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം നല്ലൊരു വ്യക്തി, ചെരുപ്പിടാത്ത ആള്, ഒരു പ്രശ്നത്തിലും പോകൂല. ഇത്തരത്തിലുള്ള ഒരാള് ആ മണ്ഡലത്തിലുള്ള ആളുകൾ പോലും അല്ല, എവിടെയോ ഉള്ള കുട്ടികൾ, എവിടുന്നോ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ജഡ്ജിന്റെ അടുത്ത് പോയെന്ന് പറയുന്നത് വളരെ മോശമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ സാർ,
നമ്മൾക്ക് ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാർ ഒരു സെക്കൻഡ് അട്ടിമറിക്കപ്പെടും, അല്ലെങ്കിൽ ഇതിന് സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പേടിയില്ല എന്ന് നേരത്തെ പറയാനുള്ള കാരണം ഈ കുട്ടികൾ സിദ്ധാർത്ഥന്റെ ക്ലാസ്സിലുള്ള 5 കേൾക്കണം ഒരു സെക്കൻഡ് കേൾക്കണം 5 കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ളതിൽ ഒരു കുട്ടിയുടെ അമ്മ ഇട്ട ഒരു സന്ദേശമാണ്. എന്തായാലും എൻ്റെ ഭയവും ആശങ്കകളും തീർന്നു, എൻ്റെ മോൻ സേഫാണ്, വൈത്തിരി സബ് ജയിലിൽ ഇന്ന് അവിടെ പോയി അവനെ കണ്ടു, ഇന്ന് സമാധാനമായി ഉറങ്ങാം, മേരി മിറിൻഡ എന്ന് പറയുന്ന ഏത് കുട്ടിയുടെ അമ്മയാണ്, റഹാന്റെ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അവരെഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇത് എന്തായാലും അതിന്റെ ബാക്കി അമ്മ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പറഞ്ഞതാ, മക്കളെ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ കംപ്ലൈന്റ് ചെയ്യണമെന്ന്. ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഊട്ടിയ മകനാണ് സിദ്ധാർത്ഥ്. എന്റെ മകൻ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ അമ്മ 2 കേക്ക് രാത്രിക്ക് ഉണ്ടായി കൊടുത്തതാണ്. എവിടെയാണ് തെറ്റുപറ്റിയത്? എനിവേ ഐ ആം അറ്റ് പീസ്. അവന് പഠനം നഷ്ടപ്പെട്ടു, പക്ഷെ അവന് ജീവൻ നഷ്ടപ്പെട്ടില്ല. ജയിലിലാണെങ്കിലും അവൻ സേഫ് ആണ്, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന അമ്മ പറയുന്നുണ്ട്. എന്തായാലും ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ അമ്മ ഉണ്ട്, അത് സിദ്ധാർത്ഥന്റെ അമ്മയാണ്. ഇപ്പോൾ ജ്യോതിഷ് കുമാർ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ ഗുരുതരമായ വെളിപ്പെടുത്തലിലേക്കടക്കം അന്വേഷണം പോകുമെന്ന് പ്രതീക്ഷിക്കും. നമ്മളെന്തായാലും ഈ വാർത്ത വിടുന്നില്ല, അതിന്റെ പിന്നാലെയുണ്ട്.